പശു ഇന്ന് ഇന്ത്യയിൽ വെറുമൊരു മൃഗമല്ല, അതൊരു രാഷ്ട്രീയ ആയുധമാണ്. ഒരുപാട് പേരുടെ ജീവനെയും ജീവിതത്തിനെയും സ്വാധീനിക്കാൻ കെൽപ്പുള്ള ആയുധം. കേന്ദ്രഭരണം BJP ഏറ്റെടുത്തതിനു ശേഷം 12 വർഷത്തിനിടെ ബീഫിന്റെ പേരിൽ മാത്രം ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടത് നൂറുകണക്കിന് മനുഷ്യരാണ്. ഭൂരിഭാഗവും മുസ്ലിങ്ങളും ദളിതരും. ഒരാളുടെ പ്ലേറ്റിലെ ഭക്ഷണം നോക്കി അയാളെ തല്ലിക്കൊല്ലുന്ന ഗോസംരക്ഷകർ ഒരു വശം, ഇതേ പശുവിന്റെയും എരുമയുടെയും മാംസം വിറ്റ് കോടികൾ സമ്പാദിക്കുന്ന വൻകിട കമ്പനികൾ മറുവശം. ഇതിനിടയിൽ ഇതേ കമ്പനികളിൽ നിന്ന് പണപ്പിരിവ് നടത്തി ജീവിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി. ബീഫ് ഉത്പാദനവും കയറ്റുമതിയും രാജ്യത്ത് വർഷം തോറും കൂടുമ്പോൾ തന്നെ സാധാരണക്കാരൻ ഇതേ മാംസത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നു. എവിടെ നിന്നാണ് ഈ വൈരുദ്ധ്യം ഉടലെടുക്കുന്നത്? ആരാണ് ഇന്ത്യയിലെ ബീഫ് വിപണിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ? പശുരാഷ്ട്രീയത്തിന് പിന്നിലെ സാമ്പത്തിക ശാസ്ത്രം എന്താണ്? നമുക്ക് നോക്കാം. നമുക്ക് 2015 ഒന്ന് പോകാം. ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന മനുഷ്യനെ ആൾക്കൂട്ടം തല്ലിക്കുന്നത് ലോകം നടുക്കത്തോടെയാണ് കേട്ടത്. ബക്രീദിന് അഖ്ലാഖും കുടുംബവും ബീഫ് തിന്നുവെന്നായിരുന്നു ആൾക്കൂട്ടത്തിന്റെ ആരോപണം. അഖ്ലാഖിന്റെ കൊലപാതകം ഒരു തുടക്കം മാത്രമായിരുന്നു. ഇന്ത്യയിൽ പശുവിന്റെ പേരിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും തുടങ്ങിയത് ഈ അടുത്താണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1714 ഗുജറാത്തിൽ പശുവിനെ അർത്ഥത്തിന്റെ പേരിൽ നടന്ന ഹോളി കലാപമായിരിക്കും അടുത്ത ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം. എന്നാൽ എപ്പോൾ മുതലാണ് ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഒരു നിത്യ സംഭവമായി മാറിയത്? ഇത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ ബീഫ് രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമാവും. 2000-ന് ശേഷമുള്ള സംഭവങ്ങൾ നോക്കിയാൽ 2002-ൽ ഹരിയാനയിൽ 5 ദളിത് യുവാക്കൾ പശുവിനെ അർത്ഥത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടിരുന്നു. 13 കൊല്ലങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഒരു കൊലപാതകം ഇത്തരത്തിൽ രാജ്യത്ത് നടന്നത്. അത് 2015 മെയ് 30-നാണ്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് കൃത്യം 1 വർഷത്തിന് ശേഷം. പിന്നീടുള്ള വാർത്താ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഓരോ വർഷവും 2-ൽ കുറയാതെയുള്ള കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഇന്റർനെറ്റിലുള്ള വിവരങ്ങൾ മാത്രം വെച്ച് OBC നടത്തിയ കണക്കെടുപ്പിൽ ഇക്കാലയളവിൽ ഏതാണ്ട് 65 പേരാണ് പശുവിന്റെ പേരിൽ കൊല്ലപ്പെട്ടത്. വിക്കിപീഡിയ കണക്കുകളിൽ 157 പേർക്കോളം പരിക്കേറ്റതായും പറയുന്നുണ്ട്. അതായത് BJP അധികാരത്തിലെത്തിയതിനു ശേഷം ബീഫിന്റെ പേരിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും സ്ഥിര സംഭവമായി മാറിയിരിക്കുന്നു. രാജ്യത്താകമാനം ബീഫിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഭീതി നിലനിൽക്കുമ്പോൾ ബീഫിന്റെ ഉപയോഗവും ഉത്പാദനവും കുറഞ്ഞു ഇല്ല എന്ന് മാത്രമല്ല കുത്തനെ കൂടുകയാണ് ചെയ്തത്. അമേരിക്കൻ കൃഷി വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് 2025-ൽ ഇന്ത്യ ഉത്പാദിപ്പിച്ചത് 463.5 കോടി കിലോഗ്രാം ബീഫാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ബീഫ് ഉത്പാദനത്തിൽ 16% വർധനവുണ്ടായി. ഉപയോഗത്തിലോ അതിലുമുണ്ടായി വർധന. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ ബീഫ് ഉപയോഗം 48% കൂടി. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. സർക്കാർ കണക്കുകളിൽ ബീഫ് എന്നാൽ പശുവിറച്ചി മാത്രമല്ല, എരുമയിറച്ചി കൂടിയാണ്. 2011-12-ലെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 8 കോടിയിലധികം ആളുകൾ ബീഫ് കഴിക്കുന്നുണ്ട്. ഇതിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും കേരളവുമാണ് മുന്നിൽ. 2023-24 കാലയളവിലും NSSO ഇതേ സർവേ നടത്തുകയുണ്ടായി. ഈ സർവേയുടെ ചോദ്യാവലിയിൽ ബീഫ് ഉപയോഗത്തെ പറ്റി പ്രത്യേകം ചോദിക്കുന്നുണ്ടെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ബീഫ് ഉപയോഗത്തിന്റെ കണക്കുകൾ സർക്കാർ പ്രത്യേകം നൽകാതെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ സാമ്പത്തിക വശത്തേക്ക് വരാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്ത് ബീഫ് വിപണി നിയന്ത്രിക്കുന്നവരിൽ 1-ാം സ്ഥാനത്ത് മുംബൈ ആസ്ഥാനമായുള്ള അല്ലാന ഗ്രൂപ്പാണ്. രാജ്യത്തെ ബീഫ് കയറ്റുമതിയുടെ 48% നടത്തുന്നവർ. ഓൺലൈൻ മാധ്യമ സ്ഥാപനമായ സ്ക്രോൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ബീഫ് വിരുദ്ധ രാഷ്ട്രീയം സംസാരിക്കുന്ന BJP ഇതേ അല്ലാന ഗ്രൂപ്പിൽ നിന്ന് 2024-25 കാലയളവിൽ മാത്രം 30 കോടി രൂപയാണ് സംഭാവനയായി വാങ്ങിയത്. 2019-ൽ നികുതി വെട്ടിപ്പിന് ആദായ നികുതി വകുപ്പ് റെയ്ഡ് ചെയ്തതിന് പിന്നാലെ ഈ കമ്പനി BJPക്കും ശിവസേനയ്ക്കും കോടികൾ നൽകിയെന്നും സ്ക്രോൾ റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയിലെ പ്രധാന ബീഫ് കയറ്റുമതി കമ്പനികളായ ഫെയർ എക്സ്പോർട്സ്, അൽഹംദ് എന്നിവയുടെ ആസ്ഥാനം എവിടെയാണെന്ന് നോക്കിയാൽ മറ്റൊരു സത്യം വ്യക്തമാവും. ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, ഹരിയാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ്. അതായത് തെരുവിൽ ഗോഹത്യക്കെതിരെ സംസാരിക്കുന്ന BJP തന്നെ അതിന് അനുമതി നൽകുന്നു. നിയമപ്രകാരം രാജ്യത്ത് പശുമാംസം കയറ്റുമതി ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. ബീഫ് ഇനത്തിലെ എരുമ ഉൾപ്പെടെയുള്ള മാംസങ്ങൾ മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഈ പേരിൽ പശുമാംസം കടത്തിയ സംഭവങ്ങൾ നിരവധിയാണ്. ആന്ധ്രാപ്രദേശിൽ 1.9 ലക്ഷം കിലോഗ്രാം പശുമാംസം ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ചത് 2025-ലാണ്. ബീഫ് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളുടെ കാര്യം നോക്കിയാലോ. മുസാഫർ നഗർ കലാപ കേസിൽ പ്രതിയായ BJP മുൻ MLA സംഗീത് സോം അൽദുവ എന്ന ബീഫ് കയറ്റുമതി കമ്പനിയുടെ സഹസ്ഥാപകനായിരുന്നുവെന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ BJP നേതാവ് ഹരീഷ് വർമ്മയുടെ ഗോശാലയിൽ 200 പശുക്കൾ തീറ്റ കിട്ടാതെ ചത്തടങ്ങിയ വാർത്ത നാം കണ്ടതാണ്.
പശുവിനോടുള്ള സ്നേഹം കാരണം ഏതെങ്കിലും സംഘങ്ങൾ ഹരീഷ് വർമ്മയ്ക്കെതിരെ ആക്രമണമോ പ്രതിഷേധങ്ങളോ നടത്തിയതായി റിപ്പോർട്ടുകളില്ല. ഒരു വശത്ത് കേരള സ്റ്റോറി പോലെയുള്ള സിനിമകളിലൂടെ പ്രൊപ്പഗണ്ടകളിലൂടെ ബീഫിനെ ക്രിമിനൽ വത്കരിക്കുന്നു. കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളെ ബീഫ് തിന്നുന്നതിന്റെ പേരിൽ ജിഹാദ് ടാഗുകളിൽ കുരുങ്ങുന്നു. എന്നാൽ മറുവശത്ത് ഇതേ ഭരണകൂടം ബീഫ് എക്സ്പോർട്ടിംഗ് കോർപ്പറേറ്റുകളിൽ നിന്ന് കോടികൾ രാഷ്ട്രീയ ഫണ്ടായി കൈപ്പറ്റുന്നു. പൗരന്റെ പ്ലേറ്റിലെ ഭക്ഷണം പരിശോധിക്കാൻ ആയുധങ്ങളുമായി എത്തുന്ന ആൾക്കൂട്ടം യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് പശുവിനെയല്ല, മറിച്ച് വിദ്വേഷത്തിന്റെ വിപണിയാണ്. ഈ വൈരുദ്ധ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്.